Once again, welcome back to my video blog. My name is Ibad Rahman. ഒരുപാട് മൊബൈൽ ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാ മൊബൈൽ ഫോണുകളും നമ്മൾ റിവ്യൂ ചെയ്യില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫോണുകൾ മാത്രം. എവിടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എങ്കിലും ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫോണുകളും വളരെ പ്രയോജനകരമാവുന്ന ഫോണുകളും വളരെ സ്പെസിഫിക്കേഷൻ കൂടിയ മൊബൈൽ ഫോണുകളുമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നത്. ആ മൊബൈൽ ഫോണ് ഹോണർ 7S എന്നാണ്. ആദ്യം തന്നെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിലെന്തൊക്കെയാണ് ആക്സറീസ് ഉള്ളത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ നമുക്ക് എന്തായാലും ചെയ്യാം. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഫോൺ ഹോണർ 7S. ബഡ്ജറ്റിനനുസരിച്ചുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോണാണ് ഹോണർ 7S. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. 13.8 സെൻറ്റിമീറ്ററാണ് ഫുൾ വ്യൂ ഡിസ്പ്ലേ. അതേപോലെ തന്നെ ക്യാമറ സ്പെസിഫിക്കേഷൻ കാണാൻ സാധിക്കും. 13 MB റിയർ ക്യാമറ പ്ലസ് 5 MB ഫ്രണ്ട് ക്യാമറ. ദെൻ 3-in-1 ഡുവൽ സിം സ്ലോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3020 mAh ആണ്. ലാർജ് ബാറ്ററി തന്നെയാണ്. ബാറ്ററിയിലൊക്കെ നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമാണ്, നമുക്ക് നൽകുകയും ചെയ്യാം. എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോൺ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഫോൺ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ദെൻ നമുക്ക് സിം ഇജക്ടറാണ് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ഹുവായി ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വാറണ്ടി കാർഡ്, ദെൻ ക്വിക്ക് ഗൈഡ് സ്റ്റാർട്ടൊക്കെയാണ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് USB ചാർജറാണ് ഈ കാണുന്നത്. USB കേബിളും ഇതിൻ്റെ കൂടെയുണ്ട്. ഇനി നമുക്ക് ഫോണിനെ ഒന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ ഹോണറിൻ്റെ 7S ഫോൺ. നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലൂ കളറാണ് കേട്ടോ. 3 കളറുകളിൽ ഫോൺ അവൈലബിൾ ആണ്. ഒന്ന് ഒരു ബ്ലാക്ക് കളർ, 2 ഒരു ഗോൾഡ്. വലിയ വെയിറ്റ് ഒന്നുമില്ല, 142 ഗ്രാമാണ് വെയിറ്റ് ഉള്ളത്. താഴെ തന്നെ ഹോണറിൻ്റെ ലോഗോയും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ സൈഡിൽ തന്നെ പവർ ബട്ടൺ, അതേപോലെ തന്നെ ഓളിയം റോക്ക് ബട്ടൺസ് ഒക്കെ സൈഡിൽ തന്നെയാണുള്ളത്. നമുക്കിനി സൈഡ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ സിം ട്രേ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. 3 പോർട്ടുകൾ 3-in-1 ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് 3-in-1 സ്ലോട്ട്. കണ്ടോ, 2 സിമ്മുകളും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യം, ബാക്കിൽ തന്നെ നമുക്ക് ക്യാമറ കാണാൻ സാധിക്കുകയും ചെയ്യാണ്. ക്യാമറയുടെ കൂടെ ഒരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ദെൻ അതേപോലെ തന്നെ ഫ്രണ്ടിലും ഒരു ക്യാമറയുണ്ട്, അവിടെയും നമുക്കൊരു LED ഫ്ലാഷ് അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം.